ആദ്യം നമ്മൾ പോകുന്നത് പാർലമെന്റിലേക്കാണ്. ഈ വിഷയം ഇന്ന് ലോക്സഭയിൽ ചർച്ചയായിട്ടുണ്ട്. രാജ്യത്തെ LPG പ്രതിസന്ധി ലോക്സഭയിൽ ഉന്നയിച്ചത് രാഹുൽ ഗാന്ധിയാണ്. മധ്യപൂർവേഷ്യൻ യുദ്ധം വൻ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും ഊർജ്ജ സുരക്ഷയാണ് എല്ലാ രാജ്യങ്ങളുടെയും അടിസ്ഥാനമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ത്യ എവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത് അമേരിക്കയാണ്. എപ്സ്റ്റീന്റെ സുഹൃത്തെന്ന് പെട്രോളിയം മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. The foundation of every single nation is its energy security. And I do not say this lightly. But allowing the United States to decide who we buy oil from, who we buy gas from, whether we can buy oil from Russia or not. We have a gentleman sitting here who is the oil minister. He himself has said that he is a friend of Mr. Epstein. പ്രതിസന്ധിയെ ഇന്ത്യ മറ്റ് രാജ്യങ്ങളെക്കാൾ നന്നായി കൈകാര്യം ചെയ്തു എന്നായിരുന്നു പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ വിശദീകരണം. ഇന്ത്യ ബദൽ മാർഗങ്ങളിലൂടെ പെട്രോളിയം ഉത്പന്നങ്ങൾ എത്തിച്ചു. രാജ്യത്ത് പെട്രോളിനോ ഡീസലിനോ ദൗർലഭ്യമില്ലെന്നും LPG ഉത്പാദനം നിലവിൽ 28% വർദ്ധിപ്പിച്ചെന്നും ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ഇത് അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സമയമല്ല എന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. I rise to inform the House of steps taken in response to the disruption of the global energy supplies arising from the ongoing conflict in West Asia. The world has not faced a moment like this in modern energy history. The availability of petrol, diesel, aviation, turbine fuel, kerosene and fuel oil is fully assured. Retail outlets across the country are stocked and supply chains for these products are functioning normally. Additional allocation of PDS kerosene has been issued to all the states. മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായുണ്ട്. ബൽറാം, മന്ത്രി പറഞ്ഞത് ലോകം തന്നെ ഇത്ര വലിയൊരു പ്രതിസന്ധി ഈ തരത്തിൽ നേരിടുന്നത് ഇതാദ്യമായാണ്, ചരിത്രത്തിൽ ഇല്ലാത്തതാണ് എന്നതാണ്. ഇതിലെങ്ങനെയാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം വരുന്നത്? ഒരു ആശാവഹമായ സാഹചര്യം രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 28% ഉത്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിതരണം അത് പുനരാരംഭിക്കാൻ പോകുന്നു എന്ന തരത്തിലേക്ക് കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പരാമർശമുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. LPG അനുജ, ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയാണ് വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചത്. അദ്ദേഹം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ പെട്രോളിയം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ചയാകാം എന്ന് സ്പീക്കർ നിലപാടെടുത്തതോടെയാണ് 4 മണിയോടെ ചർച്ച ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് തീരുമാനിച്ചത്. രാഹുൽ ഗാന്ധി അതേസമയം ഈ വിഷയത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. ഈ യുദ്ധം ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്നും ഇന്ത്യയിലേക്ക് എണ്ണയും ഉൾപ്പെടെയുള്ള ഇന്ധനം എവിടെ നിന്ന് വാങ്ങണം എന്ന് എങ്ങനെയാണ് മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റിന് തീരുമാനിക്കാനാകുക എന്നുമുള്ള ചോദ്യം രാഹുൽ ഉന്നയിച്ചു. തുടർന്ന് അദ്ദേഹം ഈ പെട്രോളിയം മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എപ്സ്റ്റീന്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞു തുടങ്ങിയതോടെ ഭരണപക്ഷത്തു നിന്നും എതിർപ്പ് ഉയരുകയും സ്പീക്കർ രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാനുള്ള അവസരം നിഷേധിക്കുകയായിരുന്നു. തുടർന്ന് പിന്നീട് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഈ സാഹചര്യത്തെക്കുറിച്ച് ദീർഘമായ ഒരു പ്രസ്താവനയാണ് നടത്തിയത്. അതിൽ അദ്ദേഹം പ്രധാനമായും ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയാണ് ലോകം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നും ലോകത്തിന്റെ 20% ഇന്ധന നീക്കം നടക്കുന്ന ഹോർമൂസ് കടലിടുക്കാണ് കഴിഞ്ഞ 13 ദിവസമായി അടഞ്ഞു കിടക്കുന്നത് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാൽ മറ്റു രാജ്യങ്ങളെ പോലെ ഇന്ത്യയും അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടുന്നുണ്ട്. എന്നാൽ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും പേരെടുത്ത് പറയാതെ അവിടെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പറഞ്ഞ മന്ത്രി അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് ഇന്ത്യ പോയിട്ടില്ല. ഇന്ത്യ ഈ സാഹചര്യത്തെ നന്നായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 45% ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് എങ്കിലും പ്രധാനമന്ത്രിയുടെ നയതന്ത്രപരമായ ഇടപെടലിലൂടെ ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ ഇറക്കുമതി ചെയ്യേണ്ടിയിരുന്ന എണ്ണയ്ക്ക് തുല്യമായ എണ്ണ ഈ ദിവസങ്ങൾക്കകം തന്നെ ബൽറാം അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം 28% ഉത്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി പറയുകയാണ്. ഒപ്പം തന്നെ വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം അത് തുടങ്ങും, പുനരാരംഭിക്കും എന്നുകൂടി മന്ത്രി പറയുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അത് ആശ്വാസകരമാകുമോ? എങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്?
അനുജ, ഇന്ന് മന്ത്രി നടത്തിയ പ്രസ്താവനയിൽ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം എന്നുള്ളത് വാണിജ്യ സിലിണ്ടറുകൾ അവയുടെ വിതരണം പുനഃസ്ഥാപിക്കും ഇന്നു മുതൽ എന്ന മന്ത്രി പാർലമെന്റിൽ ഉറപ്പ് നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതിസന്ധിക്ക് ഏറ്റവും വലിയ കാരണം ഈ വാണിജ്യ സിലിണ്ടറുകൾക്ക് മേഖലയിലായിരുന്നു വിതരണം തടസ്സപ്പെട്ടിരുന്നതും അത് ഹോട്ടലുകൾ അടക്കമുള്ളവ അടച്ചുപൂട്ടാൻ ഇടയാക്കിയതും. എന്നാൽ ഇന്ന് നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹം ഈ വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം പുനഃസ്ഥാപിക്കും ഇന്നു മുതൽ എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഗാർഹിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകാനുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ഗാർഹിക സിലിണ്ടറുകൾ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് LPGയുടെ ഉൽപാദനം 28% വർദ്ധിച്ചതായി മന്ത്രി പറഞ്ഞിരിക്കുന്നു. നിലവിൽ രാജ്യത്ത് ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. ആഭ്യന്തര LPG വിതരണത്തിന് മുൻഗണന നൽകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ LPG ചരക്കുകൾ ദിനം പ്രതി രാജ്യത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വാണിജ്യ LPGക്ക് നിയന്ത്രണം നേരത്തെ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ആ നിയന്ത്രണം ഇന്നു മുതൽ അതിന്റെ വിതരണം പുനഃസ്ഥാപിക്കപ്പെടും എന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ ആഭ്യന്തര വിതരണം പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള നിയന്ത്രണങ്ങളാണ്, അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് രാജ്യം നൽകിയിരിക്കുന്നത്. കൂടാതെ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സമയമല്ല ഇത് എന്നും കൃത്യമായ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ഈ പ്രതിസന്ധിയെ തടണം ചെയ്യാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എന്നുമാണ് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പാർലമെന്റിനെ അറിയിച്ചത്. അതാണ് നിലവിൽ ഇപ്പോൾ ഇന്ധനത്തിന് ക്ഷാമമില്ല, പെട്രോൾ ഡീസൽ ക്ഷാമമില്ല. ഒപ്പം തന്നെ LPGയുടെ കാര്യത്തിൽ ഉത്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, 28% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ അത് കൂടുതൽ വാണിജ്യ മേഖലയിലേക്കൊക്കെയുള്ള സിലിണ്ടറുകളുടെ വിതരണം അത് ഇന്ന് തന്നെ പുനരാരംഭിക്കും എന്ന തരത്തിലേക്കൊക്കെ ഒരു ക്ഷാമം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.